നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2025 ഏപ്രിൽ മാസം 3-ാം തീയതി 1:29 പുലർച്ചെ 1:29 ചൊവ്വ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുനം രാശി ചൊവ്വയുടെ ശത്രുരാശിയായിരുന്നു. പക്ഷേ കർക്കിടകൻ രാശി നീചരാശിയാണ്. നീചസ്ഥതേ അധപ്പതനം എന്നാണ് പ്രമാണം. അപ്പോൾ കർക്കിടകൻ രാശിയിലേക്ക് പോകുന്ന ചൊവ്വ അത്ര ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഇരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ 2025 ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ജൂൺ മാസം 7-ാം തീയതി വരെ ചൊവ്വ കർക്കിടകൻ രാശിയിലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചൊവ്വയുടെ മഹാദശ അല്ലെങ്കിൽ അപഹാരകാലങ്ങൾ, അന്തർദശാകാലങ്ങൾ നടക്കുന്ന ആൾക്കാർക്ക് പ്രയാസം കൂടുതലായിരിക്കും. അതായത് അത്ര ഗുണകരമായ അവസ്ഥ ആയിരിക്കില്ല. ജാതകവശാൽ ചൊവ്വയുടെ അപഹാരകാലം നടക്കുന്ന ആൾക്കാർക്ക് ഗുണകരമല്ല. അതുപോലെ തന്നെ ജാതകത്തിൽ 1, 5, 9 ഭാവങ്ങളിലൊക്കെ ചൊവ്വ ഇരിക്കുന്ന ആൾക്കാർക്ക് അതെന്ന് പറയുന്നത് റൂളിംഗ് അവരുടെയൊക്കെ അതിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്ന അവർക്കും കുറച്ച് പ്രയാസമുള്ള ഒരു സമയമാണ്. ജാതകവശാൽ അങ്ങനെ ഇരിക്കുന്നവർക്കും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു രാശിമാറ്റം എന്ന് പറയാം. അപ്പോൾ ജാതകത്തിനകത്ത് ചൊവ്വ ഗുണകരമാണെങ്കിൽ നീചനായിട്ടിരിക്കുന്ന ചൊവ്വയാണ് എന്നുണ്ടെങ്കിൽ, നീചഭംഗ രാജയോഗത്തോടു കൂടിയ ചൊവ്വയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീചനായിട്ടിരിക്കുന്ന ചൊവ്വയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കും ഈ ഒരു കാലഘട്ടം, അതായത് ഏപ്രിൽ 3 മുതൽ ജൂൺ 7 വരെയുള്ള ഈ ഒരു സമയം അത്ര ഗുണകരമായിരിക്കുകയില്ല. അപ്പോൾ ഇനി 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 1, 8 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കർക്കിടക രാശിക്കാർക്ക് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് വരുമാനം കുറച്ച് വർദ്ധിക്കുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ കുടുംബത്തിനകത്ത് അത്ര ഗുണകരമായി നമ്മൾ ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥ, അതായത് നമുക്ക് എന്തെങ്കിലും വഴക്കോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടായാൽ പ്രതികരിക്കാനായിട്ട് കഴിയാതെ നമ്മൾ പാപത്തിൽ മിണ്ടാതിരുന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല. അപ്പോൾ മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടെന്ന് പറഞ്ഞാൽ മുറിവ്, ചതവ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനോ, സ്ത്രീകളായിട്ടുള്ളവരോ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കത്തി കൊണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടാകുക, അതായത് എന്തെങ്കിലും ഒരു അപ്പാരറ്റസ് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ തട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ്. മേടൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ ഒരു രാശി മാറ്റം കൊടുക്കുന്നത്. അടുത്തത് കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവൻ രാശിക്കാരുടെ 12, 7 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ, മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അവരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും കിട്ടത്തില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും, പക്ഷേ ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു സമയം അല്ല ഇത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ്. ചിലവുകൾ വർദ്ധിച്ചു പോകുന്ന സമയം. കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശരീരത്തിലെ റാഷസ്, ചുമന്ന നിറത്തിലുള്ള റാഷസ് പോലെയൊക്കെ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയുടെ പെട്ട നക്ഷത്രങ്ങൾ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതം ആദ്യ 1/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മിഥുനം രാശിയുടെ 6, 11 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 2-ാം ഭാവത്തിലൂടെ കർക്കിടകത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ മിഥുനം രാശിക്കാരുടെ വരുമാനത്തിന് ഇപ്പോൾ നമുക്ക് നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല വിറ്റുവരവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പെട്ടെന്ന് അതൊന്ന് ചുരുങ്ങിപ്പോകുന്ന ഒരു സമയം. വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച്, പലപ്പോഴും നമ്മൾ ആത്മസംയമനം പാലിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടാകാനും നമ്മളെപ്പറ്റി അപഖ്യാതികൾ കേൾക്കുന്നതിനുള്ള സാധ്യതകൾ ഉള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് കൂട്ടുകാരുടെ, സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ പോകുന്നു ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മൂത്ത സഹോദരൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ വരുമാനപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ, ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് ഇത്. നമ്മുടെ ജാതകത്തിനകത്ത് ചൊവ്വ നീചനായിട്ട് 2-ാം ഭാവത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, മിഥുനം രാശിക്കാരുടെ കാര്യമാണ്
ആണെങ്കിൽ വരുന്ന 45 ദിവസം, അതായത് ജൂൺ 7 വരെയുള്ള സമയം വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത ഈ ഒരു സമയത്ത്, സാമ്പത്തികമായിട്ടും നമ്മുടെ വാക്കുകൾ പലപ്പോഴും നമ്മളെ സംസാരിക്കുന്നതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുക, അതായത് നമ്മുടെ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമാകും കേൾവിക്കാരൻ മനസ്സിലാക്കുക. അപ്പോൾ അത് ഒബിയസ്ലി വഴക്കിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയവും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. കർക്കിടകൻ രാശിയുടെ 5, 10 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വയാണ് ജന്മത്തിൽ കർക്കിടകൻ രാശിയിൽ വന്നിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയർ വൈസ് കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ നമ്മുടെ സാലറി ഇൻക്രീസോ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടുവാനൊക്കെ ഇച്ചിരി പ്രയാസമുള്ള ഒരു സമയമാണ്. നമുക്ക് നല്ല കാലിബർ ഉണ്ടായിരിക്കും, പക്ഷെ മുന്നോട്ടങ്ങോട്ട് എടുത്ത് വരത്തില്ല. ചെറുതായിട്ട് നമ്മൾ ഉൾവലിയുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നതിന് സാധ്യത. മക്കളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൽ ചെറിയൊരു കുറവ് വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ, അതായത് മുറിവ്, ചതവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിലെ ചുമന്ന മാർക്കുകൾ പോലെയോ അല്ലെങ്കിൽ ശരീരത്തിലെ ചുമന്ന കുരുക്കൾ പോലെയോ ഒക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. നമ്മൾ പറയുന്നതിന് അവർ ചിലപ്പോൾ ചെവിക്കൊണ്ടെന്ന് വരില്ല. അപ്പം നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത, അതെല്ലാം ഈ ഒരു കാലത്ത് ഉണ്ടാകാവുന്നതാണ്. അടുത്തത് ചിങ്ങൻ രാശിക്കാരാണ്. ചിങ്ങൻ രാശിയുടെ 4, 9 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 12ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത്. അത് പ്രത്യേകിച്ച് പിതാവിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, പിതാവിലോ മാതാവിൽ നിന്നോ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നെങ്കിൽ അത് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം. കുടുംബത്തിനകത്ത് നമുക്ക് മാതൃസ്വത്ത്, കുടുംബസ്വത്ത് ആദ്യമായി എന്തെങ്കിലും കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന സമയം. കോടതി വ്യവഹാരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന സമയം. അങ്ങനെ ഒരു ചെറിയ കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ചൊവ്വയുടെ രാശിമാറ്റം ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. പക്ഷെ കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും രോഗങ്ങൾ വരുന്നതിനൊക്കെ ഉള്ള സാധ്യത ഉള്ള ഒരു സമയമാണ്. അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും കലകൾ ഒക്കെ, അതായത് മുറിവൊക്കെ ഉണ്ടായിട്ട് പാടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതിനും ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന കാൽഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നി രാശിയുടെ 3, 8 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 11ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവർ, വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കും ഒരു വിജയമൊക്കെ ഉണ്ടാകുന്നതിനും കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയം. ഭൂമിയോ വീടോ മറ്റുള്ള കാര്യങ്ങൾ, വാഹനങ്ങൾ മുതലായവ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ വീട് വെച്ച് ഇപ്പോൾ നമുക്ക് കയറി താമസിക്കാനായിട്ട്, അത് ഹൗസ് വാമിങ്ങിന് സാധിക്കാതെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പണികൾ ബാക്കി കിടക്കുക, അങ്ങനെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. മൂത്ത സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനോ അവരെ കൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയുടെ 2, 7 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 10ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ എന്തെങ്കിലും ഗ്രോത്ത്, ശമ്പള വർധനവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുമെങ്കിലും കുടുംബജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചികം രാശി അധിപതി ചൊവ്വയാണ്, 6ാം ഭാവാധിപതിയും ചൊവ്വയാണ്. ആ ചൊവ്വ ഇപ്പോൾ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭാഗ്യങ്ങൾ നമുക്ക് വരാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ, പക്ഷേ അത് നമുക്ക് കിട്ടുക ഭാഗ്യത്തെ കത്തിച്ച് കളയും, നമുക്ക് കിട്ടുന്നതിന് പ്രയാസമുള്ള സമയം. ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്.
അതുപോലെ തന്നെ നമുക്ക് പിതാവുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ ആരോഗ്യ വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുക, നമ്മുടെ ജീവനക്കാരെ കൊണ്ട് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാവുക, അതുപോലെ ആരോഗ്യപരമായിട്ട് ഡോക്ടറെ കാണേണ്ട എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. നന്നായി പ്രാർത്ഥിച്ച് ദേവിയെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണിത്. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ധനുരാശിയുടെ 5, 12 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ധനുരാശിക്കാർക്ക് അത്ര ഗുണകരമായ സമയമല്ല. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ വീട്ടുപകരണങ്ങൾ, ഇലക്ട്രിക്കലുള്ള സാധനങ്ങൾ, കറണ്ടുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. തീയ്, പിന്നെ ഇടിമിന്നൽ മുതലായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. മുറിവ്, ചതവൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് മുറിവ്, ചതവ് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കണ്ണിന് ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്നതിന് സാധ്യത. കോടതി വ്യവഹാരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ കേസ് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റിവെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. സമയം അനുകൂലമായിട്ടുള്ള ഒരു സമയം അല്ല ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിയുടെ 4, 11 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും. വീടിനകത്ത് മാതാവിന് ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയം. എന്നാൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത്, നേട്ടങ്ങൾ വരുന്നതിനുള്ള സമയം. അതായത് നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനകത്ത് ഉയർച്ചയുണ്ടാകും. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നല്ല നേട്ടം ഉണ്ടാകുന്ന സമയം. കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫയർ ആൻഡ് സേഫ്റ്റി മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ജോലി എടുക്കുന്ന ആൾക്കാർ, പോലീസ്, പട്ടാളം മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ ജീവിത പങ്കാളിയുമായിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം, അമ്മയുടെ ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കുംഭരാശിയുടെ 3, 10 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കുംഭരാശിക്കാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. സഹോദര ഗുണമുണ്ടാകുന്ന സമയമാണ്. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ്. കൂട്ടുകാരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ, നേട്ടങ്ങൾ, അതായത് നമ്മുടെ എന്തെങ്കിലും തൊഴിൽ രംഗത്തൊക്കെ എന്തെങ്കിലും അവർ വിചാരിച്ച എന്തെങ്കിലും നമുക്ക് ജോലി കിട്ടുന്നതിനോ പ്രൊമോഷനോ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു സമയമാണ്. കുംഭരാശിക്കാരെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയുടെ 2, 9 ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും. കുടുംബത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പിതാവുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മനോവിഷമങ്ങൾ, തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. എന്നാൽ ഈശ്വരാധീനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ കീഴ്ജീവനക്കാരെ അമാത്യർ, നമ്മുടെ കീഴ്ജീവനക്കാരെ കൊണ്ടും അതുപോലെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുമൊക്കെ ഗുണപരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ്. മീനം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണിത്. നമ്മുടെ ജാതകത്തിൽ ചൊവ്വ ഇരിക്കുന്നത് സ്ത്രീരാശിയിലാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ദേവി ഭദ്രകാളി അമ്മയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ പുരുഷരാശിയിലിരിക്കുന്ന ആൾക്കാർ മുരുകനെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കാളിക്ക് കടുംപായസം കൊടുക്കുന്നതും ചുവന്ന പുഷ്പങ്ങൾ കൊടുക്കുന്നതും ചുവന്ന പട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതും അതുപോലെ ശത്രുസംഹാരം ഉണ്ടാകുന്നതിന്, ശത്രുനാശം വരുന്നതിന് വേണ്ടിയിട്ട് കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ മുരുകന് പഞ്ചാമൃത അഭിഷേകം, മുരുകപ്രീതിക്കായിട്ട് നാരങ്ങാമാല, നാരങ്ങാവിളക്ക് ആദിയായവയൊക്കെ കൊടുത്തും ഭസ്മാഭിഷേകം ചെയ്തുമൊക്കെ മുരുകൻ്റെ പ്രീതി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റിതര മതസ്ഥർ അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഉള്ള പ്രാർത്ഥനകൾ ചെയ്ത് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നീചനായ ചൊവ്വയാണെങ്കിലും വളരെ ദോഷകാരിയാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ ജാതകത്തിൽ ചൊവ്വ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജാതകത്തിനകത്ത് 7, 8 ഭാവങ്ങളിലൊക്കെ ചൊവ്വ ഇരിക്കുന്ന ആൾക്കാർ, അതുപോലെ 5, 9 ചൊവ്വ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.